ബാംഗ്ലൂരിൽ ടെക്കിയായിരുന്ന അതുൽ സുഭാഷ് എന്ന വ്യക്തി തന്റെ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ ഫേക്ക് അലിഗേഷൻസിൽ തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ പുറത്തുവന്ന യുവജന കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാളും 4 ഇരട്ടി കൂടുതലാണ്. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആത്മഹത്യ ചെയ്തതിൽ 80% പുരുഷന്മാരാണ്. ഈ ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിൽ തന്നെ 77% പേരും തങ്ങളുടെ ഫാമിലിയുമായി വളരെ ക്ലോസ് ആയിരുന്നു. ഇവരിൽ ആർക്കും എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ സ്ട്രെസ് ഉള്ളതായി ഫാമിലിയിൽ ആർക്കും അറിയുക കൂടിയില്ലായിരുന്നു. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അതുൽ സുഭാഷിനെ പോലെ തന്നെ ഫാമിലിയിലെ ഇഷ്യൂസും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സും അതുപോലെ ഡ്രഗ് യൂസും എല്ലാം പുരുഷന്മാരിലെ ആത്മഹത്യാ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആത്മഹത്യ ചെയ്തതിൽ വെറും 10% പുരുഷന്മാർ മാത്രമാണ് ഒരു മെന്റൽ ഹെൽപ്പ് സ്വീകരിക്കാൻ പോലും തയ്യാറായത്. അതുൽ സുഭാഷിന്റെ കേസിലെ പോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമുക്കൊപ്പമുള്ള പല പുരുഷന്മാരും മെന്റലി ഓക്കെ ആവണമെന്നില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്.